എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ഓഗസ്റ്റ് 24-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ഓഗസ്റ്റ് 25 ചൊവ്വാഴ്ച നബിദിനം ആണ് എങ്കിലും സംസ്ഥാനത്ത് റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കും. പകരം ഓഗസ്റ്റ് 27 വ്യാഴാഴ്ച അവധിയായിരിക്കും. ഞായറാഴ്ച തുറന്നതിൻ്റെ അവധി സെപ്റ്റംബർ 2-ന് ലഭിക്കും. ഓണത്തോടനുബന്ധിച്ച് റേഷൻ കടകൾക്ക് പുറമെ ഓണം ഫെയറുകളും സപ്ലൈകോകളും ഇന്ന് ഞായറാഴ്ച തുറന്ന് പ്രവർത്തിച്ചിരിക്കുന്നു. അതേസമയം നാളെ കഴിഞ്ഞാൽ ബാങ്കുകൾ 3 ദിവസം അവധിയാണ്. ഈ ആഴ്ച 3 ദിവസം മാത്രമാണ് ബാങ്കുകൾക്ക് പ്രവൃത്തി ദിവസമായിട്ടുള്ളത്. ബാങ്കുകൾക്ക് ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ അവധിയായിരിക്കും. വെള്ളിയാഴ്ച ശ്രീനാരായണ ഗുരു ജയന്തി അവധിയുമാണ്. അതേസമയം ഓൺലൈൻ ഇടപാടുകൾക്ക് തടസ്സമുണ്ടാകില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം ഓഗസ്റ്റ് 31 തിങ്കളാഴ്ച വരെയായിരിക്കുമെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു. സപ്ലൈകോ സബ്സിഡി സാധനങ്ങളുടെ പുതുക്കിയ വില പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ഓണക്കാലത്തേക്കാളും വില കുറവാണ് 13 സബ്സിഡി സാധനങ്ങൾക്ക് പലതിനും. പുതുക്കിയ വില ജയ അരി, കുറുവ അരി, മട്ട അരി എന്നിവ ഓരോ കിലോക്ക് 33 രൂപ, പച്ചരി 29 രൂപ. ഇത് കഴിഞ്ഞ ഓണക്കാലത്തും അങ്ങനെ തന്നെയാണ്. പഞ്ചസാരക്ക് 34 രൂപ 65 പൈസ, അതും കഴിഞ്ഞ ഓണക്കാലത്ത് അതുപോലെ തന്നെയാണ്. ചെറുപയർ ഇപ്പോൾ 85 രൂപ, കഴിഞ്ഞ ഓണക്കാലത്ത് 90 രൂപയായിരുന്നു. പൊതുവിപണിയിൽ 139 രൂപ 93 പൈസയാണ്. വൻകടല, കറുത്ത കടല 65 രൂപയാണ് 1 കിലോത്തിന്. ഇപ്പോൾ അത് 63 രൂപയാണ്. കഴിഞ്ഞ ഓണത്തിനാണ് 65 രൂപ, ഇപ്പോൾ 63 രൂപ. ഉഴുന്ന് കഴിഞ്ഞ ഓണത്തിന് 90 രൂപ, ഇപ്പോൾ 67 രൂപ. വൻപയർ 70 രൂപ കഴിഞ്ഞ ഓണത്തിന്, ഇപ്പോൾ 68 രൂപ. തൂവരപ്പരിപ്പ് കഴിഞ്ഞ ഓണത്തിന് 93 രൂപ, ഇപ്പോൾ 83 രൂപ, 10 രൂപയുടെ കുറവാണ്. വറ്റൽമുളക് 115 രൂപ 50 പൈസയായിരുന്നു കഴിഞ്ഞ ഓണത്തിന്, ഇപ്പോൾ 136 രൂപ 50 പൈസ, അതായത് 21 രൂപയോളം വർദ്ധിച്ചിട്ടുണ്ട്. മല്ലിക്ക് 40 രൂപയായിരുന്നു കഴിഞ്ഞ ഓണത്തിന്, ഇപ്പോൾ 47 രൂപ 25 പൈസയായിട്ടുണ്ട്. വെളിച്ചെണ്ണ 1/2 ലിറ്ററിന് കഴിഞ്ഞ ഓണത്തിന് 147 രൂപയായിരുന്നു, ഇപ്പോൾ 115 രൂപ 50 പൈസയാണ്. സംസ്ഥാന പ്രവാസി ക്ഷേമനിധി ബോർഡ് വഴിയുള്ള പെൻഷൻ വിതരണത്തിനായി ധനവകുപ്പ് 32 കോടി രൂപ അനുവദിച്ചു. തുക ലഭ്യമായതോടെ ഓണത്തിന് മുന്നോടിയായി അർഹരായ പ്രവാസികളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തുമെന്ന് അധികൃതർ അറിയിച്ചു. മുൻ സർക്കാരിന്റെ കാലത്ത് പ്രവാസി ക്ഷേമനിധി ബോർഡിന്റെ പെൻഷൻ ഫണ്ട് വകമാറ്റി ചെലവഴിച്ചത് മൂലമുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയാണ് പെൻഷൻ വിതരണം മുടങ്ങാൻ കാരണമായത്. എങ്കിലും പ്രവാസികളോട് സർക്കാരിനുള്ള പ്രതിബദ്ധത മുൻനിർത്തിയാണ് ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് ആദ്യഘട്ട തുക അനുവദിച്ചത് എന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. കുടിശ്ശികയായിട്ടുള്ള മുഴുവൻ തുകയും എത്രയും പെട്ടെന്ന് അനുവദിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ മുഖ്യമന്ത്രി കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓണത്തിന് മുമ്പ് ആദ്യഘട്ട ഗഡു കിട്ടും, കുടിശ്ശിക ഉടനെ ലഭിക്കുന്നതുമാണ്. സംസ്ഥാനത്തെ കയർ തൊഴിലാളികൾക്ക് 2000 രൂപ സർക്കാരിന്റെ ഓണസമ്മാനം അനുവദിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. സംസ്ഥാനത്ത് വർഷങ്ങൾക്ക് ശേഷം KSRTC ബസ് വാഷിംഗ് ജീവനക്കാർക്ക് ഓണസമ്മാനം പ്രഖ്യാപിച്ചു. 1000 രൂപയുടെ അലവൻസാണ് ഇതിലൂടെ അനുവദിച്ചിട്ടുള്ളത് എന്ന് ഗതാഗത മന്ത്രി CP ജോൺ അറിയിച്ചു. +1 ഇംപ്രൂവ്മെന്റ് പരീക്ഷ നേരത്തെ നടക്കും. ഒക്ടോബർ 12 മുതൽ 17 വരെ നടത്താൻ നിർദ്ദേശം നൽകിയതായി പൊതുവിദ്യാഭ്യാസ മന്ത്രി N ശംസുദ്ദീൻ അറിയിച്ചു. വിദ്യാർത്ഥികളുടെ ആവശ്യം പരിഗണിച്ചാണ് ഇത് താമസിക്കുമ്പോൾ +2 പൊതുപരീക്ഷയെ അത് കാര്യമായി തന്നെ ബാധിച്ചിരുന്നു. സൂര്യഘർ പദ്ധതിയിൽ 78,000 രൂപ സബ്സിഡിക്ക് പുറമെ വൻ പ്രഖ്യാപനവുമായി കേന്ദ്ര സർക്കാർ. പക്ഷേ ഈ ഇളവ് ലഭിക്കുക 2026 ഡിസംബർ വരെ മാത്രമായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പറയുന്നത്. പുനരുപയോഗ ഊർജ പദ്ധതിക്ക് വലിയ പ്രാധാന്യം നൽകുന്ന തിരക്കിലാണ് കേന്ദ്ര സർക്കാർ. ഇറാൻ US യുദ്ധവും ഹോർമോസ് പ്രതിസന്ധിയും കാര്യങ്ങൾ ഇന്ത്യക്ക് പ്രതികൂലമായിരിക്കുമ്പോൾ ശാശ്വതമായ ഒരു ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ. ഇതിനായി ഫ്ലാഗ്ഷിപ്പ് പദ്ധതികളിൽ ഒന്നായ പുരപ്പുറ സോളാർ പദ്ധതിയിൽ കൂടുതൽ ആകർഷകമാക്കുകയാണ് കേന്ദ്ര സർക്കാർ. കേന്ദ്ര മന്ത്രാലയത്തിന്റെ പുതിയ ഇളവുകളിലൂടെ കേരളത്തിൽ സോളാർ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാർക്ക് വൻ അവസരമാണ് കൈവന്നിരിക്കുന്നത്. 78,000 രൂപ വരെ സബ്സിഡിക്ക് പിന്നാലെയാണ് ഈ പുതിയ ഇളവ് അനുവദിക്കുക. ഇതുവഴി പാനലുകൾ കുറഞ്ഞ വിലയിൽ തടസ്സമില്ലാതെ ലഭിക്കാൻ
വഴിയൊരുങ്ങും എന്നാണ് വിദഗ്ധർ പറയുന്നത്. 2026 ഡിസംബർ വരെ നിയന്ത്രിത സമയത്തേക്ക് മാത്രമാണ് ഈ ഇളവ്. വീടുകളിൽ സോളാർ വെക്കുന്നതിനും കറണ്ട് ബില്ല് കുറയ്ക്കുന്നതിനും ആഗ്രഹിക്കുന്നവർക്ക് ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നെറ്റ് മീറ്ററിംഗ് ഓപ്പൺ ആക്സസ് സോളാർ പ്രോജക്റ്റുകൾക്ക് നൽകി വരുന്ന ഒരു പ്രധാന ഇളവ് 2026 ഡിസംബർ 31 വരെ നീട്ടിയിരിക്കുകയാണ്. പുനരുപയോഗ ഊർജ മന്ത്രാലയം MNRE സോളാർ പദ്ധതിയിൽ ALMM ലിസ്റ്റ് 2 പ്രകാരം ഇന്ത്യയിൽ നിർമ്മിച്ച സോളാർ സെല്ലുകൾ ഉപയോഗിക്കണമെന്ന നിർബന്ധിത വ്യവസ്ഥയിലാണ് ഇളവ് അനുവദിച്ചിരിക്കുന്നത്. 2026 മെയ് 31 അവസാനിച്ച ഇളവുകളാണ് 2026 ഡിസംബർ 31 വരെ നീട്ടിയിരിക്കുന്നത്. സൂര്യഘർ പദ്ധതിയുടെ പ്രധാന ഉപഭോക്താക്കളിൽ ഒന്നാണ് കേരളം. കേരളത്തിൽ വീടുകളിലും സ്ഥാപനങ്ങളിലും സർക്കാരിന്റെ സബ്സിഡിയോടെയോ അല്ലാതെയോ സ്ഥാപിക്കുന്ന ഭൂരിഭാഗം റൂഫ് ടോപ്പ് സോളാർ പ്ലാന്റുകളും നെറ്റ് മീറ്ററിംഗ് അടിസ്ഥാനമാക്കിയുള്ള PM സൂര്യഘർ KSCB സൗര പദ്ധതികൾ എല്ലാം നെറ്റ് മീറ്ററിംഗ് അടിസ്ഥാനമാക്കി തന്നെ. കേന്ദ്ര സർക്കാരിന്റെ പുതിയ നീക്കം കേരളത്തിലെ ഉപഭോക്താക്കളെ നേരിട്ട് സ്വാധീനിക്കും. ഇന്ത്യയിൽ നിർമ്മിച്ച സോളാർ സെല്ലുകൾ മാത്രം ഉപയോഗിക്കണം എന്ന നിർദ്ദേശം പലയിടങ്ങളിലും പദ്ധതികൾ മുടങ്ങിക്കിടക്കാൻ കാരണമായിട്ടുണ്ട്. ഇത് പുതിയ ഇളവ് പദ്ധതികൾ വേഗത്തിൽ പൂർത്തീകരിക്കാൻ സഹായിക്കും. എന്താണ് നെറ്റ് മീറ്ററിംഗ് നോക്കുകയാണ് എങ്കിൽ സോളാർ ഉപയോഗിക്കുന്നവർക്ക് പോലും ഇപ്പോഴും വളരെയേറെ സംശയമുള്ള പദമാണ് നെറ്റ് മീറ്ററിംഗ്. വീട്ടിലെ സോളാർ പാനൽ വഴി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിന് ശേഷം KSCB ഗ്രിഡിലേക്ക് നൽകുന്ന സംവിധാനമാണിത്. രാത്രിയിലോ മഴക്കാലത്തോ സോളാറിൽ നിന്നുള്ള വൈദ്യുതി ലഭ്യമല്ലാതാകുമ്പോൾ നിങ്ങൾക്ക് KSCBയിൽ നിന്നും വൈദ്യുതി എടുക്കാം. ഗ്രിഡിലേക്ക് നിങ്ങൾ നൽകിയ വൈദ്യുതിയും നിങ്ങൾ അവിടെ നിന്നും ഉപയോഗിച്ച വൈദ്യുതിയും തമ്മിലുള്ള വ്യത്യാസം കണക്കാക്കിയാകും നിങ്ങളുടെ ബില്ല് കണക്കാക്കുക. ഈ രീതിയെയാണ് നെറ്റ് മീറ്ററിംഗ് എന്ന് പറയുന്നത്. സർക്കാരിന്റെ പുതിയ തീരുമാനം ജനങ്ങൾക്ക് എങ്ങനെ നേട്ടമാകും എന്ന് നോക്കിയാൽ, ഇന്ത്യയിൽ നിർമ്മിച്ച സോളാർ സെല്ലുകൾ മാത്രം ഉപയോഗിക്കണം എന്ന നിബന്ധന വിപണിയിൽ വലിയ അനിശ്ചിതത്വം സൃഷ്ടിച്ചിരുന്നു. ഇന്ത്യൻ നിർമ്മിത പാനലുകളുടെ കുറഞ്ഞ ലഭ്യത പദ്ധതി വൈകാനും പാനലുകളുടെ വില കുതിക്കുന്നതിനും കാരണമായിരുന്നു. നിലവിലെ ഇളവ് സോളാർ പാനലുകൾ സുലഭമായി ലഭ്യമാക്കും. സോളാർ പാനലുകളുടെ വില കുറയ്ക്കാനും ഇത് സഹായിക്കും. സോളാർ പദ്ധതികൾക്കായി അംഗീകാരം ലഭിച്ചിട്ടും പാനലുകളുടെ ക്ഷാമം കാരണം ഇൻസ്റ്റാളേഷൻ വൈകുന്നവർക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാവുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ ചെലവ് കുറയ്ക്കാനും ഇത് കാരണമാകും. സർക്കാർ നൽകി വരുന്ന 78,000 സബ്സിഡിക്ക് പുറമെയാണ് ഇത്തരം നേട്ടങ്ങൾ. സംസ്ഥാനത്ത് സ്വർണ്ണവില റെക്കോർഡിലേക്ക് കുതിക്കുകയാണ്. ഈ മാസം 5-ാം തീയതി 1,50,600 രൂപയുണ്ടായിരുന്നത് 17 ദിവസം 14,000 രൂപയാണ് വർദ്ധിച്ചത്. 102 ദിവസത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ 1,19,600 രൂപ എന്ന വിലയിലേക്ക് സ്വർണ്ണവില എത്തിയിട്ടുണ്ട്. 14,950 രൂപയാണ് ഒരു ഗ്രാമിന്റെ വില. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.